നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടി നടുവൊടിഞ്ഞ CPM-ന് ഇപ്പോൾ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു അശനിപാതം കൂടി വന്നു ഭവിച്ചിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ തോൽവിയിൽ നിന്നും ഏത് വിധേനയും എഴുന്നേറ്റ് നിൽക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ തലയിൽ ഒരു വെള്ളിടി പോലെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. CPM-ന്റെ കോഴിക്കോട് ടൗൺ ഏരിയ മെമ്പറായ പ്രമോദ് കോട്ടൂളി എന്ന് പറഞ്ഞ ഒരാൾ ഒരു ആയുർവേദ ദമ്പതിമാരിൽ നിന്നും 22 ലക്ഷം രൂപ കൈപ്പറ്റിയിരിക്കുന്നു. 22 ലക്ഷം രൂപ കൈപ്പറ്റിയത് വെറുതെയല്ല, PSC മെമ്പർഷിപ്പ് വാഗ്ദാനം ചെയ്തുകൊണ്ട്, അതായത് PSC അംഗമാക്കാം, PSC അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവരിൽ നിന്നും 22 ലക്ഷം രൂപ പ്രമോദ് കോട്ടൂളി വാങ്ങിയിരിക്കുന്നത്. ബാങ്ക് ട്രാൻസാക്ഷനാണ് നടന്നിരിക്കുന്നത്. 60 ലക്ഷം രൂപയാണ് PSC അംഗത്വം ലഭിക്കുന്നതിന് മുടക്കേണ്ട തുക. എന്നാൽ 22 ലക്ഷം രൂപ ആദ്യ ഗഡു എന്ന രീതിയിൽ പ്രമോദ് കോട്ടൂളി വാങ്ങിക്കുകയും ചെയ്തു. CPM എന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ച് അറിയുന്നവർക്കറിയാം, കേവലം ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി തന്നെ വിചാരിച്ചാലോ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും നടക്കില്ല എന്ന്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ കൃത്യമായ ഒരു അറിയിപ്പുണ്ടായിരിക്കുന്നു. പ്രമോദ് കോട്ടൂളി ഈ പണം കൈപ്പറ്റിയിരിക്കുന്നത് മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിക്ക് വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രമോദ് കോട്ടൂളി എന്ന കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറായ ഇദ്ദേഹം ദമ്പതിമാരിൽ നിന്നും 22 ലക്ഷം രൂപ ഇപ്പോൾ കൈപ്പറ്റിയിരിക്കുന്നത്. ബാക്കി പണം കൂടി, അതായത് 60 ലക്ഷത്തിൽ നിന്നും 22 ലക്ഷം രൂപ കഴിഞ്ഞ് ബാക്കിയുള്ള തുക കൂടി കൊടുത്തു കഴിഞ്ഞാൽ PSC അംഗത്വമാണ് ഇവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. PSC അംഗത്വം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരുടെ എന്നുണ്ടെങ്കിൽ കൂടുതൽ പണസമ്പാദനത്തിന് താല്പര്യമുള്ള ആളുകൾക്കും വലിയൊരു കറവപ്പശു തന്നെയാണ്. കാരണം 6 വർഷക്കാലം മാത്രമേ PSC അംഗത്വമായി ജോലിയെടുക്കേണ്ടതുള്ളൂ. 3 ലക്ഷം രൂപയാണ് ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ വേറെ. പെൻഷൻ കഴിഞ്ഞാൽ 6 വർഷത്തെ സേവനത്തിന് ശേഷം വലിയ തുക പെൻഷൻ കിട്ടും. ഇതാണ് PSC അംഗത്വത്തിനു വേണ്ടി എല്ലാവരും 60 ലക്ഷമോ അല്ല എന്നുണ്ടെങ്കിൽ 1 കോടിയോ മുടക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് കാലാകാലങ്ങളായി തന്നെ തുടർന്നു വരുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. ഇപ്പോൾ LDF സർക്കാർ ഭരിക്കുമ്പോൾ LDF സർക്കാരിൻ്റെ വിവിധ ഘടകകക്ഷികളുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് PSCയിലേക്ക് അംഗങ്ങളെ തിരികെ കയറ്റിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ള സംസ്ഥാനവും കേരളം തന്നെയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടി നടുവൊടിഞ്ഞു കിടക്കുന്ന CPM ഏത് വിധേനയെങ്കിലും പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുടെ വിശ്വാസ്യത കൈവരിച്ച് വീണ്ടും വരുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും 2026-ൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും നേരിടാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിലാണ്, അല്ലെങ്കിൽ പാർട്ടി അണികളെ ഇതിനു വേണ്ടി സജ്ജരാക്കുന്ന അവസരത്തിൽ തന്നെയാണ് പാർട്ടിക്കെതിരെ ഇപ്പോൾ ഒരു വെള്ളിടി പോലെ വലിയൊരു അഴിമതി ആരോപണത്തിൻ്റെ കഥ പുറത്തു വരുന്നത്. ഇത് അഴിമതി ആരോപണത്തിൻ്റെ കഥ എന്ന് പറയുമ്പോൾ ഇതിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടിക്കാരില്ല. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയിലെ പ്രമോദ് കോട്ടൂളി എന്ന് പറഞ്ഞ ആളാണ് പണം കൈപ്പറ്റിയിരിക്കുന്നത്. മുഹമ്മദ് റിയാസിന് വേണ്ടിയാണ് എന്നാണ് ഇയാൾ പറയുന്നത്. എന്നാൽ ഇത് കൃത്യമായി തന്നെ മുഹമ്മദ് റിയാസ് നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആരെയെങ്കിലും പണം പിരിക്കുവാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നാണ് പറയുന്നത്. കോഴിക്കോട് തന്നെയുള്ള മറ്റ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രമോദ് കോട്ടൂളി മുഹമ്മദ് റിയാസിന്റെ പക്ഷക്കാരനല്ല, അവിടെ കോഴിക്കോട് ജില്ലയിൽ പ്രബലമായ CPM-ന്റെ തന്നെ മറ്റു 2 പക്ഷക്കാരുടെ കയ്യാളായിട്ടാണ് ഇയാൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടാണ് ഇയാൾ പ്രവർത്തിച്ചത് എന്നൊരു കാരണവശാലും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു. ഒരുപക്ഷെ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി മറുചേരിയുടെ ഒരു തന്ത്രമായിരിക്കാം ഇതെന്നുകൂടി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും പ്രമോദ് കോട്ടൂളി എന്ന് പറഞ്ഞ CPM-ന്റെ കോഴിക്കോട് ടൗൺ ഏരിയ മെമ്പർ ഒരു ആയുർവേദ ദമ്പതികളിൽ നിന്നും PSC അംഗത്വം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞു. അതുപോലെ തന്നെ ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരിൽ നിന്നും 22 ലക്ഷം രൂപ ഇപ്പോൾ കൈപ്പറ്റിയിരിക്കുന്നത്. ബാക്കി 60 ലക്ഷം രൂപയിൽ ബാക്കി തുക പിന്നീട് കൊടുക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ദമ്പതികൾ തുക കൈമാറിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തെ ചൊല്ലി നിയമസഭയിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടായി, ഒച്ചപ്പാടുകൾ ഉണ്ടായി. ഇടതുപക്ഷ സർക്കാർ ജനങ്ങളിൽ നിന്നും പണപ്പിരിവ് നടത്തി PSCയിൽ തിരികെ കയറ്റുന്നു എന്നുള്ള ആക്ഷേപം
ആക്ഷേപങ്ങൾ നിയമസഭയിൽ ഉയർന്നു. ഇതിന് മുഖ്യമന്ത്രി കൃത്യമായി തന്നെ മറുപടി കൊടുത്തു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി അവർ നിയമ നടപടികൾക്ക് വിധേയമാകും എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ ഇത് തന്റെ മരുമകനെതിരെ ഉയർന്നു വന്ന ആക്ഷേപം എന്ന രീതിയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി ചേർത്ത് പറയുവാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ PSC അംഗത്വത്തിന് വേണ്ടിയിട്ട് ഒരു ആളുടെ കയ്യിൽ നിന്നും 60 ലക്ഷം രൂപ പറഞ്ഞു, അതിൽ 22 ലക്ഷം രൂപ പറ്റിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊന്നും പിണറായി വിജയൻ നിഷേധിച്ചിട്ടില്ല എന്നുകൂടി എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. എന്താണ്, ആരാണ് ഈ വിഷയത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി CPM-ന്റെ മൂന്നംഗ കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അന്വേഷണത്തിനൊടുവിലാണ് ഇതിൽ മുഹമ്മദ് റിയാസിന് പങ്കുണ്ടോ അതോ ഇനി മുഹമ്മദ് റിയാസിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി പ്രമോദ് കോട്ടൂളിയെ മറ്റാരെങ്കിലും ഉപയോഗിച്ചതാണോ എന്നുള്ളതെല്ലാം കൃത്യമായി എന്നാൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ. എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, PSC-യിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ആയുർവേദ ദമ്പതികളുടെ കയ്യിൽ നിന്നും 60 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. അതിൽ 22 ലക്ഷം രൂപ കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളത് സത്യം തന്നെയാണ്. ഈ വിഷയം തന്നെയാണ് ഇപ്പോൾ കേരളീയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയത്തെ തുടർന്ന് പാർട്ടിയുടെ അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ പെരുമാറ്റ രീതികൾ മാറ്റണം, പാർട്ടി തിരുത്തണം, തിരുത്തി ജനങ്ങളിലേക്ക് ഇറങ്ങണം എന്നൊക്കെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഉള്ള ആളുകൾ പ്രസ്താവിച്ചതിന് തൊട്ടുപുറകെ തന്നെയാണ് പാർട്ടിയുടെ നയവൈകല്യങ്ങൾക്ക് ഏറ്റവും പുതിയ ഉദാഹരണമായി, അല്ലെങ്കിൽ പാർട്ടി അഴിമതിക്കാരോടൊത്ത് നിൽക്കുന്നു, അഴിമതി നടത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പുതിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. CPM-ന്റെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറായ പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ഒരാൾ മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശാനുസരണം എന്ന് പറഞ്ഞുകൊണ്ട് PSC അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് ദമ്പതികളിൽ നിന്നും 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിൽ 22 ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ളത് അതീവ ഗുരുതരമായ വിഷയം തന്നെയാണ്. ഇത് CPM-നെ വീണ്ടും പ്രതിസന്ധിയിൽ ആഴ്ത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം.